ചെറുപ്പം മുതലേ എന്നെ വളരെയധികം സ്വാധീനിച്ച ആ മനുഷ്യനായ യേശു സ്വാധീനിക്കുക മാത്രമല്ല, ഇന്നും പലതരത്തിൽ, പല സ്ഥലത്ത്, പല വിധത്തിൽ, പല വേഷത്തിൽ എൻ്റെ കൈപിടിച്ച് നടത്തുകയോ എൻ്റെ കൂടെ പോവുകയോ ഒരു കൊച്ചു കോഴിക്കുഞ്ഞിനെ കൈക്കകത്ത് വെച്ച് സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ മനുഷ്യനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ വഴിയും എൻ്റെ രൂപാന്തരവും ഇതൊക്കെ എനിക്ക് മാത്രമുള്ള അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. ഈ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഒരു രഹസ്യം തുറന്നു പറഞ്ഞത്. എൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടിന് വലിയ ഒരുക്കമാണ്. ഞങ്ങൾ ഇരട്ടയാണ്, 2 പേരുണ്ട്. ഒരു ട്വിൻ ബ്രദറും ഉണ്ടായിരുന്നു. വീട്ടിലാദ്യത്തെ കൊച്ചുമക്കളാണ്. ഈ വലിയ ഒരുക്കത്തിൽ ഈ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരു പാഠം എന്നെ ഒത്തിരി സ്വാധീനിച്ചതാണ്. ബൈബിളിൽ പറയുന്ന ഈശോ ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചു എന്നാണ്. പക്ഷേ ആ പുസ്തകത്തിലെ പടം ഈശോ ചൂലെടുത്ത് ആട്ടി ഓടിക്കുന്നു. അവിടെ കുറേ കോഴിക്കുഞ്ഞുങ്ങളും മുട്ടയും പെട്ടിയും സാധനങ്ങളും എല്ലാം വായുവിൽ ഇങ്ങനെ പറക്കുന്നു. അപ്പോൾ എനിക്കുള്ള ക്വസ്റ്റ്യൻ, ഈശോ പാപം ചെയ്തു, ഈശോ ദേഷ്യപ്പെടുന്നു, ഈശോ അടിക്കുന്നു, അതെന്താ? അപ്പോൾ ടീച്ചറിനോട്, ടീച്ചറെ ഈശോ എന്നെ ദേഷ്യപ്പെടുന്ന? കുട്ടി അവിടെ ഇരിക്കുക. എപ്പോഴും ഒരു ചോദ്യം. അവിടെ ഇരുന്നു, തൃപ്തിയായില്ല. വീട്ടിൽ ചെന്നിട്ട് പപ്പായോട് ചോദിച്ചു, പപ്പ ഈശോ പാപം ചെയ്തോ? ഈശോ അടിക്കുന്നല്ലോ. അപ്പം പറഞ്ഞു, ആ ആരാധന സ്ഥലം വൃത്തികേടൊക്കെ ആക്കിയത് കൊണ്ടാണെന്ന്. പക്ഷെ ഒത്തിരി കഴിഞ്ഞാണ് അതിൻ്റെ വാസ്തവത്തിലുള്ള സംഭവം എനിക്ക് മനസ്സിലായത്. എങ്ങനെയാലും ആദ്യ കുർബാന കൈക്കൊള്ളുമ്പോൾ പറഞ്ഞിരുന്നത്, എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കും, ഈശോ ആദ്യം ഹൃദയത്തിൽ വരുമ്പോൾ നമുക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കാം, എന്നാ വേണേലും പറയാം. അന്ന് എനിക്ക് നല്ല നെറ്റും റീത്തും എല്ലാം ആൻറ്റിമാരൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് ഒരുക്കിയാണ് വിട്ടത്. ഇതെല്ലാം കത്തിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിച്ച് നിൽക്കുമ്പം തീ കത്തി മെഴുകുതിരിയിൽ നിന്ന്. അപ്പം എനിക്ക് തിരിച്ചു വന്നപ്പോൾ കേട്ടത്, എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. എൻ്റെ കൂടെയുള്ള ട്വിൻ ബ്രദർ പാവം, നത്തിങ് ഹാപ്പൻഡ്. എൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇത്. പതുക്കെ പതുക്കെ വിമ്മിക്കരഞ്ഞു. പക്ഷേ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു. പപ്പ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ എനിക്ക് ഇത്ര ബോധമില്ലായിരുന്നു? പപ്പ, ഞാൻ ഈശോയോടൊരു സൂത്രം പറയുമായിരുന്നു. ഈശോയോട് സൂത്രം പറയുമായിരുന്നു. അതെന്താ? എനിക്ക് നിൻ്റെ മൂച്ചും ചുണയൊക്കെ ഇഷ്ടമായി, എനിക്കും അതുപോലെ എന്നെ ആക്കണം, അപ്പം ഞാനും കാണിക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. ആ കിന്നാരം പറിച്ചിലാണ് ഈ തീ പിടിച്ചത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അന്ന് പറഞ്ഞ് അത് കേട്ടു, അതുകൊണ്ടാണ് ഇച്ചിരി മൂച്ചും ചുണയൊക്കെ തന്ന് ഇങ്ങനെ റിസ്ക് എടുക്കാനും സമരത്തിലിറങ്ങാനും സാധാരണ ആരും ഇറങ്ങി പുറപ്പെടാത്ത ഒരു വഴിയൂടെ പോകാനും ഒക്കെ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതെനിക്ക് തോന്നുന്നത് അന്ന് കിട്ടിയ വരമായിരിക്കാം. ഈ മേഴ്സി മാത്യു പെട്ടെന്ന് ഓവർനൈറ്റ് ദയാബായി ആയതല്ല. കൊച്ചു 3 വയസ്സുള്ളപ്പോൾ പപ്പായുടെ കൂടെ കിടന്നായിരുന്നു ഞാൻ ഉറങ്ങുന്നത്. എൻ്റെ പപ്പ പൊതുപ്രവർത്തകനായിരുന്നു, ജയിലിലും കിടന്നു സ്വാതന്ത്ര്യ സമരത്തിൽ. അപ്പം വല്ലപ്പോഴും വീട്ടിലുള്ളപ്പം കൂടെ കിടക്കുമ്പോൾ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. ആ കഥകൾ എന്നെ ഒരുപാട് വെല്ലുവിളിപ്പിച്ചു. ഗാന്ധിയുടെ കഥ കോട്ടൂരി വലിച്ചെറിഞ്ഞിട്ടൊരു പുതച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആവേശമായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന കൊച്ചു സ്വപ്നം മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ട്. പിന്നെ വായന. പക്ഷേ ആ ശരിക്ക് ദയാബായി ആകാനുള്ളത് വായിച്ച് പ്രേക്ഷിത കേരളം വായിച്ചപ്പോൾ മിഷണറിമാരുടെ ലൈഫ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് മിഷണറിമാരെ പറ്റി, അവിടെയും 2 ലൈൻ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഇതാരോ
കൂട്ടാക്കാതെ ഇതാരോ. അയ്യോ, ഞാനൊരു പൊട്ടിയാ. കാരണം ഞാൻ ഈ വാക്കുകൾ അതുപോലെ ലിറ്ററലി എടുക്കുമായിരുന്നു. കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും കൂട്ടാക്കാതെ അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ മോഹിച്ചത്. അത് ഇൻറ്റേർണലൈസ് ചെയ്തു. ഇപ്പം മിഷനും പോകണമെന്ന് വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും പറയും, ഓ നിനക്ക് ആരോഗ്യമില്ല, നീ പിടിച്ച് നിൽക്കുകയല്ല. അപ്പോൾ ഇത് ഫേസ് ചെയ്യാനും എന്നെ തന്നെ ടഫാക്കാനും അന്ന് 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രത്യേക പ്രയത്നമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ മഴയുണ്ടെങ്കിൽ കുടയുടെ ഫോൾഡിനകത്തോട്ട് പുസ്തകം എല്ലാം കയറ്റി വെച്ചിട്ട് നല്ലപോലെ നനഞ്ഞ് വരും. നനഞ്ഞ് വന്നിട്ട് എനിക്കൊരു ചുക്കുമില്ല. പിന്നെ പലപ്പോഴും ഉച്ചഭക്ഷണം ഒളിച്ചു വെച്ചിട്ട് പോകും, ഉച്ചഭക്ഷണം കൂടാതെ ഒന്ന് അഭ്യസിക്കാൻ. ഇങ്ങനെയൊക്കെ എനിക്ക് നല്ല ബോധ്യമായ ഐ ക്യാൻ ഫേസ് എനിത്തിങ്, എനി ടഫ് ലൈഫ്. അതുപോലെ അന്നൊക്കെ 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് തോട്ടിപ്പോയി, അല്ല ഞങ്ങൾ വീട്ടിലെ കുളത്തിൽ നീന്തി കുളിച്ചിട്ട് വന്ന്, ഇലക്ട്രിസിറ്റി ഇല്ല, വിളക്കും കത്തിച്ചിരുന്ന് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചേർന്ന് അങ്ങനെ ഒരു ടഫ് ലൈഫിലാണ് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തത്. അതുകൊണ്ട് അത് വലിയ പ്രയാസമല്ലായിരുന്നു. പിന്നെ ഈ ദയാബായി ആകാൻ കാരണം, ഞാൻ ആദ്യമായിട്ട് ബംഗ്ലാദേശിൽ പോയപ്പം റിഫ്യൂജി ക്യാമ്പിലോട്ട് പോകുമ്പോൾ ടീച്ച് യുവർ സെൽഫ് ബംഗാളി എന്നും പറഞ്ഞ ഒരു പുസ്തകവും മേടിച്ചുകൊണ്ട് പോയത്. അവിടെ ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഷയിൽ അല്പമെങ്കിലും ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. അപ്പം ഇങ്ങനെ ഇച്ചിരി ബംഗാളിയും ചെന്ന് പറഞ്ഞു. പക്ഷേ അവർ സാരി ഉടുക്കുന്ന വേറൊരു രീതിയിൽ. അപ്പോൾ പിറ്റേ ദിവസം തന്നെ സാരി അവരെ പോലെ ഉടുക്കാൻ അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. പിന്നെ പേര് പറയുമ്പം മേഴ്സി എന്ന് പറയുന്നതിന് അവർ പറയും മോഷി എന്ന്. എനിക്കത് എൻ്റെ ഇംഗ്ലീഷ് പേര് ഒരു സുഖമില്ല. അപ്പം അവരുടെ ഇതിൽ ട്രാൻസ്ലേറ്റ് കരുണ. അപ്പം അവിടെ ഞാൻ കരുണയായി. ഹരിയാനയിൽ ചെന്നപ്പം അവിടുത്തെ ആളുകളുടെ ഇതുപോലെ എല്ലാ സ്ത്രീകളുടെ പേരിൻ്റെ കൂടെ ഒരു വതിയുണ്ട്, ചന്ദ്രാവതി, സോമവതി, ഇങ്ങനെ. അപ്പം ഞാൻ അവിടെ ദയാവതിയായി. ഞാൻ ഡൽഹി രൂപതയ്ക്ക് വേണ്ടിയിട്ട് യമുന ഫ്ലഡിൻ്റെ സമയത്ത് ഒരു 1.5 വർഷം ഹരിയാനയിൽ ജോലി ചെയ്തു. പിന്നെ ഈ മധ്യപ്രദേശ് വന്നപ്പം ഒരു കൂട്ടം മനസ്സിലായി, ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബായി എന്ന് വിളിക്കും. അമ്മ മോളെയും വിളിക്കും ബായി, മോൾ അമ്മയും വിളിക്കും. അതുപോലെ ചേച്ചി അനിയത്തിമാരും ബായി നല്ല അഫെക്ഷനേറ്റ്. ഐ ഫൗണ്ട് ഇറ്റ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർ പുറത്തോട്ടങ്ങ് ചെല്ലുമ്പോൾ, ഈ വേഷത്തിലും കോലത്തിലും ചെല്ലുമ്പോൾ ഓരോരുത്തർ ബായി എന്നും പറഞ്ഞ് ഒരു തട്ടും തന്ന് നമ്മളെ അങ്ങ് മാറ്റി നിർത്തും. അപ്പം ഞാൻ ആ ബായി രണ്ടും കൂടെ കൂട്ടി ദയാബായി പേരിൽ. പക്ഷേ ശരിക്കും ദയാബായി ആകാൻ ആദ്യം മുതൽ തന്നെ അവരെ നിരീക്ഷിച്ചും അവരെ സാരി ഉടുക്കാൻ എന്നെ ഒന്ന് പഠിപ്പിച്ചെന്നരാ, എന്നെ പാടത്ത് പണിയാനും വിളവെട്ടാനും ഒക്കെ. അപ്പം ഞാൻ അവരിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ പരത്താണ് ടീച്ച് മീ, ഐ വോണ്ട് ടു ലേൺ. ഇങ്ങനെ അങ്ങ് അല്ലാതെ ഞാൻ അവരെ പഠിപ്പിക്കാനോ തിരുത്താനോ ഒന്നുമല്ല ശ്രമിച്ചത്. അങ്ങനെ ആയപ്പോഴത്തേക്കും ഒരു നല്ല ബന്ധമായി. പിന്നെ ആ ബന്ധത്തിന് ഒരു സംഭവം കൂടി ഉണ്ടായി. എൻ്റെ സ്വഭാവം ഒരുപക്ഷെ ഇച്ചിരി ക്യൂരിയസും അതൊക്കെ ആയിരിക്കും. ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ബായി തോടാ ചായപ്പത്തി ഇതേതോ. ഈ ചായപ്പൊടി എടുത്തുകൊണ്ട് നിന്നിട്ട് ഞാൻ ചോദിച്ചു, ക്യോ എന്താ സംഭവം? വൈഫിന് പ്രസവം, രാത്രിയായി, വീട്ടിലാണ് പ്രസവം. ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു മോഹം അവിടെയൊന്ന് പോയി കാണണം. പക്ഷേ ഞാൻ പുറം നാട്ടുകാരിയാണ്, പുറം ജാതി. അവരുടെ വീട്ടിനകത്ത് എനിക്ക് കയറത്തില്ല. എനിക്ക് പുറത്തൊരു വരാന്തയിൽ ഒരു ശകലം സ്ഥലത്തെ ഉപയോഗിക്കാനുള്ളൂ. ഒരു വിധവയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ചായപ്പൊടി കൊടുത്തിട്ട് ചോദിച്ചു, ഭയ്യ മൈമ്പി ആവും ക്യാ ആജാവെന്ന് പറഞ്ഞു. സന്തോഷം, ദൈവസ്നേഹം വർണ്ണിച്ച് എന്തൊരു സന്തോഷമാണ്. പോയി അകത്തിരുന്നു. അവളവിടെ ഇരുന്നു പ്രസവിക്കാനിരിക്കുക, കാലും നീട്ടി. ഞാനിവിടെ പലപ്പോഴും ഇരിക്കുന്ന പോലെ അവളുടെ കൂടെ രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്തു. ആ പ്രസവത്തിൽ അവളുടെ കൂടെ ചേർന്നു, കൈപിടിച്ചു, ആ വേദന ഷെയർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അവൾ പറഞ്ഞു, പോയി കുളിച്ചിട്ട് വാ. കുളിച്ചിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കൽ സെ തും ബോംബെ വാലി ഥി
ഞാൻ ബോംബെയിൽ നിന്ന് MSW പഠിക്കുമ്പം റിസർച്ചിനും ഫീൽഡ് വർക്കിനുമായിട്ട് പോയതാ. എന്നിട്ട് പറഞ്ഞു, ആജ് സേ തും മേരി ഗോയി ഹോ. ഗോയി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കോ പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഇവരുടെ ജാതിയിൽ, ഇവരുടെ ഈ ആദിവാസി വർഗത്തിൽ ഉള്ള ഒരു നല്ലൊരു സംഭവമാണ്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. അത് സമൂഹവും അക്സെപ്റ്റ് ചെയ്യും. അതിന് റിച്വലും ഒക്കെ ഉണ്ട്. അപ്പം അവളെന്നെ ഗോയിയാക്കി. ഞാൻ അവളെ ആക്കുകയല്ല ചെയ്ത്, അവൾ എന്നെ ഗോയിയാക്കി. അങ്ങനെയാണ് അവിടെ ഒരു ബന്ധം തുടങ്ങുന്നത്, റിയൽ ക്ലോസ് റിലേഷൻഷിപ്പ്. അതുമൂലം അവളുടെ പേരൻസിൻ്റെ വില്ലേജിൽ എന്നെ കൊണ്ടുപോയി അവിടെ തുടങ്ങി. അവിടെയാണ് ഞാൻ 16 വർഷം ജീവിച്ച് ശരിക്കും ദയാബായി ആയത്. അവിടെയാണ്. അവിടെയും ഒരു കുറവുണ്ടായിരുന്നു, ഞാനൊരു കൃഷിക്കാരിയായില്ല. ഇവരെല്ലാവരും കൃഷിക്കാരാണ്. 16 വർഷം കഴിഞ്ഞ് എൻ്റെ പപ്പ മരിച്ചപ്പോൾ വീട്ടിൽ നിന്ന് അങ്കിളും ഒക്കെ കൂടെ വന്ന് കുറേ പൈസ തന്നു. ഞാൻ വീട്ടിൽ നിന്നൊന്നും എടുക്കുന്നില്ലായിരുന്നു. പപ്പായുടെ സാധിക്കാത്ത ആഗ്രഹം സാധിക്കാനായിട്ട് കുറേ പൈസയും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനത് തിന്നു കുടിക്കുന്നില്ല, പക്ഷേ ഒരു കൃഷിക്കാരിയാണ്. ഐ ഡിഡ്ന്റ് ബിക്കം എ ഫാമർ, നൗ ഐ ആം ഗോയിങ് ടു ബി എ ഫാമർ. അപ്പോൾ സ്ഥലം മേടിച്ച് ഇപ്പോൾ താമസിക്കുന്ന വില്ലേജിലേക്ക് വന്ന് കൃഷിക്കാരിയായി. അങ്ങനെയാണ് ദയാബായി കുറച്ചുകൂടെ യഥാർത്ഥത്തിൽ ഒരു ആദിവാസി സ്ത്രീയായത്, കൃഷിക്കാരിയായത്. ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട് എൻഡോസൾഫാൻകാരിൽ 2018 ജനുവരി 30 ഞാൻ ആദ്യം വരുന്നത്. തകർന്നു പോയി ആ കുട്ടികളെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഒരു സമരത്തിന് സെക്രട്ടറി എൻ്റെ മുന്നേ പോയിട്ട് ഞാൻ തിരിച്ചു പോയി. പലരും വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നതുകൊണ്ടായിരിക്കാം 10 കോടി ബഡ്ജറ്റ് അതിന് മുമ്പിലത്തെ വർഷം ഇക്കൊല്ലം 50 കോടിയുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഇനി ഇവിടെ കുറച്ച് പ്രവർത്തിക്കാമെന്ന് കൊണ്ടുവന്നു. ഓരോ മാസവും എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. ഇങ്ങനെ വന്നപ്പോഴൊക്കെ ഇവരുടെ ഓരോ സ്റ്റോറിയും കേൾക്കുമ്പം എനിക്ക് ഒരിക്കലും ആളുകൾ തന്നെ, പീപ്പിൾ ലൈക്ക് യു. ഞാൻ ട്രാവൽ ചെയ്യുമ്പം ദയവായി എങ്ങോട്ടാ? കാസർഗോഡ്. എന്താ? എൻഡോസൾഫാൻ. അതൊക്കെ എല്ലാം തീർന്നില്ലേ, അവർക്ക് ഒത്തിരി കോടികൾ കിട്ടിയല്ലോ. ഇതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് നോട്ട് ട്രൂ. അതേസമയം നമ്മളുടെ ചർച്ചിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഈ സമരം എന്ന് പറയുന്ന കുറേ സാധാരണ മനുഷ്യർ നിരന്തരം കൊണ്ട് ഇപ്പോൾ 40 വർഷമായി ഇപ്പോഴും തളരാതെ കൊണ്ടുപോകുന്ന ഒരു സമരം. കൊച്ചു ആളുകളുടെ കൺട്രിബ്യൂഷനും അങ്ങനെ ഫണ്ടൊന്നും പുറത്തുനിന്നൊന്നുമില്ല. അപ്പോൾ അതിലങ്ങ് കൂടി. ഇതിനൊക്കെയുള്ള കാരണം എന്താ? പ്രതീക്ഷ. ഈ 2 പുസ്തകത്തിലാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ യാത്രയിലും ബൈബിൾ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ബൈബിളിൽ ഞാൻ കോൺവെൻറ്റ് വിട്ട് കഴിഞ്ഞ് വഴിയറിയാതിരുന്നപ്പോൾ ഒരു ബൈബിളിൽ കൂടെ ഒരു യാത്ര നടത്തി. എനിക്ക് മനസ്സിലായത് കോൺസ്റ്റൻ്റ്ലി ഗോഡ് വാസ് കൺസേൺഡ് അബൌട്ട് ദ പൂവർ ആൻഡ് സഫറിങ് ഇൻജസ്റ്റിസ്. ആൻഡ് ടൈം ടു ടൈം ഡിഫറെൻറ്റ് വേ ഹി ഇൻ്റർവീൻഡ്. ചുമ്മാ കൺസേൺ മാത്രമല്ല, അതും കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങ് ചെല്ലുമ്പോൾ കാണാം ഈ ഇൻ്റർവെൻഷൻ ഒന്നും പോരാഞ്ഞിട്ട് ഹി ഹിംസെൽഫ് കെയിം ഡൗൺ. ശൂന്യനായ ഒരു മനുഷ്യൻ, ദൈവം ശൂന്യനായ ഒരു മനുഷ്യനായി, ഒരു പ്രതീക്ഷയായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ഇങ്ങനെ വരുന്നു. ആ ബൈബിളിൽ കൂടെ വീണ്ടും വായിക്കുമ്പോൾ ഒരു പാഠം ഇന്നും ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ലൂക്ക് 4:16-21. അതിന് ഇച്ചിരി മുമ്പോട്ട് നമുക്ക് കടക്കണം. ആ പയ്യൻ ആശാരിയായ അപ്പൻ്റെ കൂടെയും തുന്നലും അതും ഇതൊക്കെ ചെയ്യുന്ന അമ്മയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഓരോന്നും നടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഹി വാസ് ലിസ്ണിങ്, വാച്ചിങ്, ഇംബൈബിങ് ദ ഹോൾ തിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരുത്തി പറയും, എടി മറിയേ, ദേ എൻ്റെ കുട്ടിയെ അവന്മാർ ചീത്തയാക്കി, എൻ്റെ മോളെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. വേറൊരാൾ, ജോസഫേ മോൻ മരിച്ചു,
അടക്കാൻ പൈസയില്ല. കടം ഉള്ളവരൊക്കെ ചോദിക്കുന്നു, ഒന്ന് സഹായിക്കൂ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കേട്ട് ഈ ജോസഫും മറിയോ ഒക്കെ ഇടപെടുന്നതൊക്കെ കണ്ട് ഇവൻ ഇതെല്ലാം കണ്ട് ചാർജ്ഡ്. ഇന്ന് ഈ വേർഡ്സിന് അർത്ഥം നിങ്ങൾക്കറിയാം. ഹി വാസ് ചാർജ്ഡ് വിത്ത് ഓൾ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. ചുമ്മാ നിസ്സംഗതയോടെ അങ്ങനെ അവിടെ പണി ചെയ്തു കൂടിയല്ല. എവ്രിതിങ് വാസ് ഗോയിങ് ഹിയർ ഹിയർ. അവസാനം മടുത്തു. ഹി വെന്റ് ടു ദ ജംഗൽ. കാട്ടിലേക്ക് പോയി തനിയെ ഇരുന്ന് ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ. എന്നിട്ട് തിരിച്ചു വരുന്നു, ചാർജ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. I have come to bring good news to the poor. He has anointed me എന്ന് പറഞ്ഞിട്ട് ഈ ഗുഡ് ന്യൂസ് എന്നതാ? ഹല്ലേലൂയ. നോ. വിശന്ന് തളർന്നു വരുന്ന ഒരാൾക്ക് ഒരു ചപ്പാത്തി കഷ്ണമാണ് ഗുഡ് ന്യൂസ്. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, പോയിക്കോ. അച്ഛനോട്ടേനാ കർത്താവ് വന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, കല്ലിനെ റൊട്ടിയാക്കി. ഇതൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഹി നീഡ്സ് എ ലിറ്റിൽ ബ്രെഡ്. ഇങ്ങനെ ഓരോ സംഭവത്തിലും എനിക്കറിയാം. റേപ്പ് ചെയ്തപ്പെട്ട് പെൺകുട്ടിയെ കൊണ്ട് അമ്മ വന്നപ്പോൾ എന്താ ചെയ്ത്? നല്ലപോലെ കുളിപ്പിച്ച് നല്ല പുതിയ വസ്ത്രവും കൊടുത്ത് നല്ല വേഷവും കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചു. ആ അടയാളങ്ങൾ, എവിഡൻസ് മുഴുവനും പമ്പാ നദിയിലും ഒക്കെ ഒഴുകിപ്പോയി. വളരെ പ്രൂഡൻസോടെ വി ഹാവ് ടു ടേക്ക്. ഗുഡ് ന്യൂസ് മീൻസ് ഗോ അലോൺ, ടേക്ക് വൺ സ്റ്റെപ്പ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ ഹോൾ, വൂണ്ടഡ്, ബ്രോക്കൺ. നശിച്ചു അവളുടെ കണ്ണിൽ. എൻ്റെ കന്യാവ്രതം എല്ലാം പോയി. ആ സമയത്ത് ഗോ അലോൺ വിത്ത് ദാറ്റ് പേഴ്സൺ. ഇതാണ്. അപ്പോൾ എനിക്ക് ഇത് ഒരു ആൻസറായിട്ട് കിട്ടി. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് വായിക്കുമ്പം ഈ ലിബറേഷനും എല്ലാം പറയുന്നു. ആ ജൂബിലി വർഷം പറയുന്നത് ആർക്കും ആരെയും പേടിക്കാതെ, ഒരു കടക്കാരെയും പേടിക്കാതെ ഫ്രീ ആയിട്ട് ഇനി മുന്നോട്ട് പോകാം. നമ്മളുടെ രാഷ്ട്രത്തിന് വേണ്ടി പൊരുതിയ കുറേ പേര്, കുറേ നാളുകൾ, എല്ലാ വിഭാഗക്കാരുടെയും റിപ്രസെൻറ്റേറ്റീവ് കുത്തിയിരുന്ന് നാളുകളായിട്ട് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണിത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. നമ്മുടെ രാജ്യം എങ്ങനെയാകണം? ദൈവരാജ്യം. ഓരോ വ്യക്തിക്കും എന്താണ്? ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, liberty of thought, belief, faith, worship and expression. ഇതെല്ലാം ചോദ്യപ്പെടുന്നു. Equality of status and opportunity, and to promote among them all fraternity, sahodariya, assuring the dignity of the individual, very important, dignity of the individual, and unity and integrity of the nation in our Constituent Assembly this 26th day of November 1949 enact, adopt and give to ourselves this Constitution. ഈ ഗോസ്പൽ പാസേജും ഇത് രണ്ടും ഞാൻ ഒന്നായിട്ടാണ് കാണുന്നത്. ഒരേ മെസ്സേജ്, ജസ്റ്റിസ്, ലിബർട്ടി, egalitarian society. So, as an Indian, as a Christian, the same message for us, and live that. Each one has, നമുക്ക് വേണ്ടിയിട്ട് മാത്രം, it's a promise, it's a hope for the country. So, we have a duty to see that this is accomplished. ഈ മാരാമൺ കൺവെൻഷനിൽ നമ്മളൊക്കെ ഒത്തുകൂടുമ്പോൾ നമ്മളെ ചുറ്റുവട്ടമുള്ള മനുഷ്യരുടെ, വേദനിക്കുന്ന, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ചിൽഡ്രൻ ഹു ലോസ്റ്റ് ദെയർ ചൈൽഡ്ഹുഡ്,
അവരെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അവർക്കത് തിരിച്ചു പിടിക്കാൻ, ടു ഗെറ്റ് ദെയർ ചൈൽഡ്ഹുഡ് ബാക്ക്, ടു ഗെറ്റ് ദെയർ ഡിഗ്നിറ്റി ബാക്ക്, ടു ഗെറ്റ് എ ലൈഫ് വിത്ത് ഫ്രീഡം, വിത്തൗട്ട് ഫിയർ. Can we help in any way? Can we be of use? What you can take from me, you think of, from these farmers, from these people who are suffering, and go ahead from here with a new determination, new perspective, new agenda. പുതിയ മനുഷ്യരായിട്ട്, പുതിയ സങ്കല്പങ്ങളുമായിട്ട്, പഴയത് പലതും മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോവുക. ഈ കൊറോണയുടെ ഒരു സംഭവം ഞാൻ അനുഭവിച്ചിടത്തോളം, ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പഠിച്ച ഒരു സംഭവം, മിനിമൈസ് അവർ നീഡ്സ്. ആദ്യകാലങ്ങളിലൊക്കെ ഓരോരുത്തർ ഓസോൺ ലെയറിൻ്റെ ഒക്കെ ന്യൂസ് വരുമ്പം വോട്ട് ഐ ആം തിങ്കിങ് ഈസ് ടു മച്ച് ഓഫ് എനർജി ഗിവൺ ഔട്ട്, too much of heat produced. So we have a duty to protect this beautiful earth, to minimizing our needs, using very little of the resources, just what is needed, not whatever is coming in the market. It should not become our need. ഗാന്ധി പറഞ്ഞ ആ വാക്കുകൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കാം. There is enough to feed to satisfy the need of the people, not for the greed. So let us decide, greed or need, what do we want? Thank you all.